എന്തൊക്കെ തരം കേക്കുകളാലേ. പണ്ടൊക്കെ കേക്കിൽ ഇത്ര വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നോ? എൻ്റെ അറിവിലില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഒരു റെഡ് വെൽവെറ്റോ അല്ലെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റൊക്കെ കഴിച്ചെങ്കിലായി. പക്ഷേ ഇന്ന് അങ്ങനെയല്ലല്ലോ, പലതരം കേക്കുകളാണ്. ടേസ്റ്റ് കൊണ്ടാണെങ്കിൽ കോംപ്രമൈസ് ഇല്ലാത്തത് തന്നെ. അപ്പോൾ അതാ ഒരു ഗീ കേക്ക് ആയാലോ. കുറേ കാലമായി ഒരു ഗീ കേക്ക് കഴിക്കണം എന്നുള്ള ആഗ്രഹം. അതേതായാലും ഇന്ന് നടന്ന്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് എൻ്റെ രണ്ടാമത്തെ സന്തതിയായ എസാപ്പിൻ്റെ സൗണ്ടാണ്. കുറച്ച് ദിവസം ഹവ്വക്ക് മഞ്ഞപ്പിത്തായതുകൊണ്ട് ഫീൽഡിലധികം ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് കരകയറി വരികയാണ്. ഞാനിവിടെ മിൽമൻ്റെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിൽ തരിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് 1/3 കപ്പ് ഐസിങ് ഷുഗർ, അതായത് പൊടിച്ച പഞ്ചസാര വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാര പൊടിച്ചതും നെയ്യും കൂടി ഇങ്ങനെ വിസ്കൊണ്ട് കുറേ നേരം ഇളക്കുമ്പോൾ തന്നെ ഒരു ക്രീമി ടെക്സ്ചർ വരും കേട്ടോ. അതിൻ്റെ കളറും മാറി ഒരു വൈറ്റ് കളറിലേക്ക് വരും. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 1/3 കപ്പ് പാൽപ്പൊടി നിർബന്ധമാണ്. പിന്നെ ഇതിലേക്ക് തന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ ഒരു 1/2 സ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് പൗഡറുമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിങ്ങനെ സാധാരണ മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാം അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചീച്ച അരിച്ചെടുത്തിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കൽ. ഇനി തിളപ്പിച്ചാറിയ പാല് 1/2 കപ്പ് ഇങ്ങനെ തിരി ഒഴിച്ചു കൊടുത്തിട്ട് ബാറ്റർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ബാറ്റർ റെഡി ആയിട്ടോ. ഇത്ര പണിയുള്ളൂ ഗീ കേക്ക്. കേൾക്കുമ്പോഴും അത് കഴിക്കുമ്പോഴും ഇതിൻ്റെ പിന്നിൽ വലിയൊരു അധ്വാനമൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നും. പക്ഷെ ഉണ്ടാക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടോ. അങ്ങനെ ഗ്രീസ് ചെയ്തിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ബേക്ക് ചെയ്ത കേക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ കട്ടൊക്കെ ചെയ്ത് കഴിക്കാനൊരുങ്ങുമ്പോഴാണ് ഫൈനൽ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്നുള്ള ബോധം വന്നത്. അങ്ങനെ കട്ടൊക്കെ ചെയ്തത് ഏതായാലും ഒരു രീതിയിലൊക്കെ ഒന്ന് മെനക്ക് വെച്ചതിന് ശേഷം എടുത്ത വീഡിയോ ആണേത്. സംഭവം കാണാൻ നല്ല പൊളിയാണല്ലോ അല്ലേ. കഴിക്കാനും ഒരു കോംപ്രമൈസും ഇല്ല. ആ നെയ്യിൻ്റെ ചുവ നല്ലോണം വരുന്നുണ്ട്. പിന്നെ നെയ്യ് ഇഷ്ടമില്ലാത്തപോലെ ആദ്യം ഈ കേക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ. അത് അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അങ്ങനത്തെ സംഭവം പൊളിയിനി നല്ല സോഫ്റ്റുമാണ്, നല്ല ഫ്ലഫി ആയിട്ടൊക്കെ നിൽക്കണമുണ്ട്. അപ്പോൾ എങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കല്ലേ. ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ കാണാം. ബൈ.